ശ്രീ ജെയിംസ്, നമുക്ക് ഇന്നിപ്പോൾ കോടതി വിധിയുടെ ഭാഗമായിരിക്കുന്ന ഈ രേഖയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, ഇത് 17/8/2024 കേന്ദ്ര സർക്കാരിന് നൽകാനായി തയ്യാറാക്കിയ നിവേദനമാണ് എന്നും അതിൽ വളരെ കൃത്യമായി അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് പെർ SDRF നോംസ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ്. SDRF നോംസ് അനുസരിച്ച് കിട്ടാവുന്ന തുക സംബന്ധിച്ച അല്ലെങ്കിൽ ഓരോ വസ്തുതയിലും ചേർക്കാവുന്ന തുക സംബന്ധിച്ച ഒരു അസസ്മെന്റ് എന്നുള്ളതിനപ്പുറം ഇത് ചെലവാക്കിയ തുക എന്ന് അസ്യൂം ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അല്ല, ഇത് ആരാണ് ചെലവാക്കിയ തുക എന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഇത് ദുരന്തം ഉണ്ടായ അന്ന് തന്നെ ഇതിക്ക് മുമ്പുണ്ടായ പുത്തുമല, പിന്നെ കവളപ്പാറ, പെട്ടിമുടി ദുരന്തങ്ങളിലൊക്കെ ജനങ്ങൾ നേരിട്ട ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ എന്നാ പറയുന്നത് റിക്വയർമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട് നമ്മളൊരു കത്ത് ഹൈക്കോടതിക്ക് അയച്ചു. അത് പിന്നെ ഹൈക്കോടതി തന്നെ സുമോട്ടോ പെറ്റീഷനായിട്ട് എടുത്തു. ഞങ്ങളതിനകത്ത് 9ാമത്തെ കക്ഷിയാണ്. ഞങ്ങൾ ഈ കേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 6-ാം തീയതി 20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കോടതി പുറത്തിറക്കി. അതിനകത്തെ കണക്കുകളാണ് ഇപ്പോൾ ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പം എസ്റ്റിമേറ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനകത്ത് മുഴച്ചു വന്ന ഒരു കാര്യം, ഈ ബോഡികൾ മറവ് ചെയ്യാനായിട്ട് 75,000 രൂപ ചിലവാകുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ ആക്ച്വൽസ് എന്ന് എഴുതുന്നു. പിന്നീട് ഭൂമി നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാര തുകയെപ്പറ്റി ഒരു കണക്ക്, വീട് നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാരത്തെ പറ്റി എസ്റ്റിമേറ്റ്. എന്തായാലും ഇത് എസ്റ്റിമേറ്റ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും ഇത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് അല്ല, അവിടെ ജെയിംസ് വടക്കൻ ഇപ്പോ SDRF നോംസ് അനുസരിച്ച് ഒരു വീടിന് 1,30,000 നഷ്ടപരിഹാരം കൊടുക്കാൻ വകുപ്പുള്ളത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട വീടുകൾ ഇൻറ്റു 1,30,000 അതാണ് 20,21,50,000 വരുന്നത്. അതിന് കൃത്യമായ നോംസ് ഉണ്ട്. പക്ഷേ മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമുള്ളവയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യവസ്ഥ നിലവിലില്ലാത്തത് കൊണ്ട് അതിൽ മറ്റൊരു കണക്ക് എന്നുള്ളതിലപ്പുറം നമ്മൾ അതിൽ എന്തെങ്കിലും വൈചിത്രം കാണേണ്ടതുണ്ടോ? അല്ല, ഒരിക്കലും ഞങ്ങൾ അല്ലെങ്കിൽ ഈ കേസിൽ കക്ഷിയായ ഞങ്ങൾ ഒരിക്കലും ഇതിനകത്തൊരു ഒരു വിരുദ്ധതയുണ്ടെന്നോ അല്ലെ കണക്കുകൾ ശരിയല്ല എന്നൊന്നും ഞങ്ങൾ നാളിതുവരെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യമുണ്ട്. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു നോംസ് ഫിക്സ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് മനുഷ്യരല്ലേ ഫിക്സ് ചെയ്യുന്നേ. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട് ചില മന്ത്രിമാരും ചില ഗവൺമെൻറ് സെക്രട്ടറിമാരും അധ്യക്ഷനായ ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നൊരു വീടിന് 1,30,000 ഉള്ളൂ എന്ന കണക്ക് എടുത്താൻ പറ്റും. ആ കണക്കുകളെല്ലാം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. അതുമാത്രമല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ കൃഷി നഷ്ടപ്പെട്ടവർക്ക് 1 ഹെക്ടർ 1 ഏക്കർ ഏലകൃഷി ചെയ്യാൻ 2,60,000 രൂപയാണ് ബാങ്കുകളിൽ നിന്ന് വായ്പ കൊടുക്കാമെന്ന് നമ്മുടെ തന്നെ സംസ്ഥാന സഹകരണ വകുപ്പുകൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പറയുന്നത് സ്കെയിൽ ഓഫ് ഫൈനാൻസിങ്ങിനകത്ത്. ആ 2,80,000 രൂപയ്ക്ക് കൃഷി ചെയ്യുന്ന 1 ഏക്കർ ഭൂമിയിലെ കൃഷിനാശത്തിന് 10,000 രൂപ എന്ന് പറയുന്നു. അത് ഏലത്തിനും 10,000 രൂപ, കാപ്പിക്കും 10,000 രൂപ. അങ്ങനെ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഈ ഒരു സംവാദം ഉണ്ടായതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാലോചിതമായി എല്ലാം പരിഷ്കരിച്ച് ദുരന്തഭൂമിയിൽ ദുരന്തത്തിനിടയായ ആൾക്കാർക്ക് അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന് മാത്രമാണ് ഹർജിക്കാരെന്ന നിലയ്ക്കും സേവ് വെസ്റ്റേൺ പീപ്പിൾ ഫൗണ്ടേഷൻ്റെയും സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെയും പ്രതിനിധികളും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളൊരിക്കലും ഈ വിവാദത്തിൽ കക്ഷികളല്ല. ഞങ്ങളൊരു കേസ് കൊടുത്തു, മറ്റൊന്നിനും വേണ്ടല്ല, അവിടെ അർഹതപ്പെട്ടവർക്കെല്ലാം കിട്ടണം. അതിന് കൃത്യമായ റിസൾട്ട് ഉണ്ടായി. കാരണം ആദ്യം തുടങ്ങി കോടതി ഇടപെട്ടു. 10,000 രൂപ സർക്കാർ കൊടുത്തപ്പം അത് ബാങ്കുകാരെ ഇൻസ്റ്റോൾമെൻറ്റ് പിടിച്ചു, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആശുപത്രി കിടന്ന രോഗികളുടെ ചികിത്സയ്ക്ക് അവർ പൈസ കൊടുക്കേണ്ട, സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ ഉത്തരവുകൾ കോടതിയിൽ പുറപ്പെടുവിച്ചു, ഇതേ കോടതി തന്നെ. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഈ 6-ാം തീയതി 20 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കോടതി ഇറക്കിയപ്പോൾ അതാരും വളരെ സീരിയസ് ആയിട്ട് വായിച്ചില്ല. അതിന് 9 പാർട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് എനിക്കറിയില്ല ആരൊക്കെ വായിച്ചോ എന്നുള്ള കാര്യം. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രിപ്പയർഡ്നെസ് ആണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ടു SDRF ആണ്. അങ്ങനെ 9-10 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരിടത്തുനിന്ന് മാത്രം അതാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായത്. അതുകൊണ്ടാണ് ഞാൻ ആ വിധി പൂർണ്ണമായും വായിച്ചതാണ്. മറ്റു പല വിഷയങ്ങൾ സ്വാഭാവികമായുമുണ്ട്. ഞാൻ അത് എന്നുള്ളതിലുപരി നമ്മൾ ഈ വിഷയം വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയായതുകൊണ്ടാണ് അതിൽ ഫോക്കസ് ചെയ്തത്. ഞാൻ അങ്ങയിലേക്ക് വരാം.